ചെയ്തിട്ടതാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. കാരണം ഇത് സപ്പോർട്ട് വരയ്ക്കാനുള്ള കാരണം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഇവിടെ നിന്നായതുകൊണ്ട് മാർക്കറ്റ് മേലോട്ട് പോയതുകൊണ്ടുമാണ്. പിന്നെ ഈ മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഞാൻ ഡ്രോ ചെയ്യാനുള്ള കാരണം പ്രീവിയസ് ഡേയില് ഇത് ഒരു കൺസോളിഡേറ്റ് ചെയ്തൊരു സ്ഥലമായിരുന്നു. സോ അവന്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ടാവും. ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഈ മുകളിലുള്ള ഡ്രോ ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. സോ അതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം റാലി ചെയ്ത് മേലോട്ട് എത്തിയപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി ലെവൽ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയി മേലോട്ട് വന്ന ശേഷം ഈ ലെവൽ ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് ചെയ്തത്. എനിവേ ഞാൻ ഇവിടുന്ന് പുട്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. കാരണം മാർക്കറ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും ഒരു 6.7 പോയിന്റ് ആണ്. എന്തായാലും മാർക്കറ്റ് അത്യാവശ്യം മേലോട്ട് പോയി ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ ഫോം ആയ ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. ഓക്കെ, ഇതെന്തായാലും